ഹായ്, എൻ്റെ പേര് എസ്തർ ഗ്ലാഡിസ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ കം കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ ബദനി നവജീവൻ ഫിസിയോതെറാപ്പി ക്ലിനിക് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് റോൾ ഓഫ് ഫിസിയോതെറാപ്പി ഇൻ പ്രഗ്നൻസി, അഥവാ ഒരു ഗർഭകാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്താണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഒരു ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതേപോലെ ഈ ഒരു പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കുറേ ചേഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി കുറേ ചേഞ്ചസ് ഉണ്ടാവാം, നമ്മുടെ എൻവയോൺമെൻറ്റ്, അങ്ങനെ ഒരുപാട് നമുക്ക് ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ് ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതിലൊക്കെ നമ്മൾ ശരിക്കും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും, വേറെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡയബറ്റീസോ അല്ലെങ്കിൽ വേറെ ഒരുപാട് വെയിറ്റ് വയ്ക്കാതെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോർമലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നതോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ബാക്ക് പെയിൻ, ഇപ്പോൾ നടുവേദന, ഇടുപ്പ് വേദന, കാലിൽ നീര് വരിക, ചിലവർക്ക് ബ്രീത്തിങ്ങിന് തന്നെ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്തോ അറിയാതെ തന്നെ യൂറിൻ പാസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് തന്നെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മളങ്ങ് നോർമലായിട്ട് എടുക്കുന്ന ഒരു ചിന്താഗതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിസിയോതെറാപ്പി എത്രമാത്രം പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി നമുക്ക് എങ്ങനെയെല്ലാം അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാൻ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ആലോചിക്കും, അയ്യോ അത് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവോ. അപ്പോൾ നമുക്കറിയാം, ഫിസിയോതെറാപ്പി ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാം സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഒന്നും ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ല, ബോഡിക്കകത്തോട്ട് നമ്മളൊന്നും കഴിക്കുന്നില്ല. ഇത് വൺലി ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓവർകം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട് അത് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യിക്കുന്നത്. അത് ചെയ്യിച്ച് തന്നെയാണ് അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ ഓവർകം ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പ്രഗ്നൻസിയുടെ നമ്മൾ പല ഡിവിഷൻസ്, നമ്മൾ പല ഫേസസ് പറയാറുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ പറയുന്നുണ്ട്, സെക്കൻഡ് പറയാറുണ്ട്, അങ്ങനെ പല ഫേസസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസ്, അല്ലെങ്കിൽ ഈ ശ്വാസം കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ്. അപ്പം ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ശരിക്കും ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കുറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് നമുക്ക് ആരടുത്ത് വേണമെങ്കിലും ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് മിക്സഡ് ഇമോഷൻസ് ആണ്. അപ്പോൾ സ്ട്രെസ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മെയിനായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ആണ് ഇതിന് കാരണമാവുന്നത്. സോ അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശ്വാസം കൺട്രോൾ ചെയ്തുള്ള എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിങ് എക്സസൈസ്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ഡെലിവറി ടൈമിൽ നമ്മുടെ നമുക്കറിയാം ഒരുപാട് പെയിൻ നമ്മൾ ടോളറേറ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഡെലിവറി ടൈം എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നമ്മുടെ ഫുൾ ഒരു പെൽവിക് ഏരിയ, അല്ലെങ്കിൽ ആ ഒരു യൂട്രസിൻ്റെ ഏരിയയിലുള്ള മസിൽസ് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബേബി പുഷ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള മസിൽസിൻ്റെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, അതാണ് നമ്മൾ ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. സോ അതുപോലെ എക്സസൈസ്, റിലാക്സേഷൻ എക്സസൈസ് ചെയ്യും. പിന്നെ കുറച്ചും കൂടെ മാസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കീജൽസ് എന്ന് പറയുന്ന എക്സസൈസ് ഉണ്ട്. അങ്ങനെ പല ടൈമിന് അല്ലെങ്കിൽ പല ഫേസസിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സസൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം, ഇതിൻ്റെ ആവശ്യമുണ്ട്, ഇതില്ലെങ്കിൽ നമുക്ക് എന്താ പ്രസവിക്കാൻ പറ്റത്തില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പറ്റും, പറ്റാതെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ നമുക്ക് ഗർഭകാലഘട്ടം മാത്രമല്ല, അതിന് ശേഷം ഒരു ലൈഫുണ്ട്. അപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിലും നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഫുഡ് മാത്രം കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് മാത്രം എടുക്കുന്നത് കൊണ്ട് മാത്രം എന്താവില്ല, ഹെൽത്ത് ഒരു പൂർണ്ണമാവില്ല.
ഫിസിക്കൽ കൂടെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫിറ്റായിട്ടിരിക്കുക എന്ന് പറയുന്നത് നോർമൽ ലൈഫിൽ മാത്രം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രഗ്നൻ്റ് ഒന്നും ആവാത്ത സമയത്ത് മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഫിറ്റ്നസ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി ഇപ്പോൾ ഇത് അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫിസിയോതെറാപ്പിസ്റ്റുമാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. സോ നമ്മുടെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം വളരെ അധികമാണ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.